തേജസ്സിൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ ഇയ്യോബ് ദൈവത്തോട് ഇങ്ങനെ പറയുന്നു: നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ദൈവത്തോട് പറയുന്നു, ദൈവമേ, അങ്ങേക്ക് എല്ലാം കഴിയും, അങ്ങയുടെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇയ്യോബിന്റെ പുസ്തകം 38 അധ്യായം മുതൽ 41 അധ്യായം വരെ ദൈവം അനവധി ചോദ്യങ്ങൾ അവനോട് ചോദിക്കുന്നു. ദൈവത്തെ കാത്തിരുന്ന ഇയ്യോബിനു വേണ്ടി ദൈവം ചുഴലിക്കാറ്റിൽ നിന്നുകൊണ്ട് അവനോട് സംസാരിക്കുകയാണ്. എന്നാൽ അതിന്റെ മറുപടിയായി ഇയ്യോബിന് പറവാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ: ദൈവമേ, അങ്ങേക്കെല്ലാറ്റിനെയും നിയന്ത്രിപ്പാനും എല്ലാത്തെയും സൃഷ്ടിപ്പാനും എല്ലാത്തെയും കരുതുവാനും എല്ലാത്തെയും കാക്കുവാനും എല്ലാത്തെയും പുലർത്തുവാനും അങ്ങേക്ക് കഴിയും, അങ്ങേക്കൊന്നും അസാധ്യമല്ല എന്ന് ഞാൻ അറിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിന് എല്ലാം കഴിയും, അവൻ അസാധ്യമായതൊന്നുമില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഏത് വിഷയത്തിൻ്റെ മേലും, നമ്മുടെ ഭാരങ്ങളുടെ വിഷയത്തിന്മേൽ, പ്രതിസന്ധികളിൽ, നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം തന്നെ എല്ലാം പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ്. നമ്മുടെ ദൈവം ഒറ്റ വാക്കിനാൽ സകലത്തെയും സൃഷ്ടിച്ചവനാണ്. അതേ 33 സങ്കീർത്തനത്തിന്റെ 9 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. അപ്പോൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുമ്പോൾ സകലതും ഉണ്ടാകുന്നു. ദൈവത്തിന്റെ വാക്കിനാൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഒക്കെ കൽപ്പിക്കുവാനും ഇല്ലായ്മയിൽ നിന്നും സകലത്തെയും വിളിച്ചു വരുത്തി തരുവാനും നമ്മുടെ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ്. സകലത്തിനും അധികാരമുള്ള നമ്മുടെ ദൈവം, അതേ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ, ദൈവം ചെങ്കടലിനെ 2 അതിലൂടെ ഉണങ്ങിയ നിലമുണ്ടാക്കി തൻ്റെ ജനത്തെ ദൈവം അക്കരെ കടത്തി. തൻ്റെ ജനം മാറയിലെത്തിയപ്പോൾ അവിടുത്തെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ മാറയെ ദൈവം ആ മധുരമുള്ള വെള്ളമാക്കി തീർത്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കരകവിഞ്ഞൊഴുകുന്ന യോർദാനെ വിഭാഗിച്ച് തൻ്റെ ജനത്തെ ദൈവം മറുകര കടത്തി എന്ന് നാം കാണുന്നു. 40 വർഷം പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിതൂണിലും ദൈവം തൻ്റെ ജനത്തെ നടത്തി. അവർക്ക് മന്നയും മാംസവും കൊടുത്ത് ദൈവം അവരെ പോറ്റി പുലർത്തി. അതേ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നിന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും അവിടൊക്കെ നമ്മെ സഹായിപ്പാൻ കഴിവുള്ള ദൈവമുണ്ട്. അതുകൊണ്ട് ജോബ് പറഞ്ഞതുപോലെ പറവാൻ കഴിയുമോ? ജീവിതത്തിന്റെ വിഷയങ്ങൾ നടുവിൽ ദൈവത്തോട് പറ: ദൈവമേ, നിനക്ക് സകലതും കഴിയും. ഞാൻ കടന്നു പോകുന്ന അവസ്ഥകൾ, എൻ്റെ ഭാരങ്ങൾ, എൻ്റെ വേദനകൾ, എൻ്റെ ചിന്താകുലങ്ങൾ, അതിലൊക്കെയും ഒരു പരിഹാരം വരുത്തുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായത് ഒന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ, എനിക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ, എൻ്റെ ഭാരമുള്ള മേഖലകളിൽ മേൽ ഇടപെടുവാൻ അങ്ങേക്ക് കഴിയും.
അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ല എന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കണം എന്നുള്ളതാണ്. സാധ്യത വരുത്തുവാൻ കഴിവുള്ളവനായ ദൈവം നമ്മുടെ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ എത്രയോ അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കി. അവൻ്റെ പാദപീഠത്തിലേക്ക് വന്നണഞ്ഞവർ, വൈദ്യന്മാർ അസാധ്യമെന്ന് വിധി എഴുതിയത്, അതേ ആ രക്തസ്രാവമുള്ള സ്ത്രീയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ 12 വർഷം ആ വലിയതായിട്ടുള്ള ആ ഭാരത്തെ ഏറ്റെടുത്തുകൊണ്ട് ഏറി വൈദ്യന്മാരാൽ ഏറിയൊന്ന് ചെയ്തിട്ടും സൗഖ്യമില്ലാത്തവളായി ഓരോ ദിവസവും മരണത്തിൻ്റെ ആ വല്ലാത്ത അവസ്ഥയിലേക്ക് അവൾ കടന്നു പോകുമ്പോൾ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവളായി, ആരും ആശ്രയമില്ലാത്ത അനുഭവത്തിൽ മുൻപിൽ മരണം മാത്രം കാണുമ്പോൾ യേശുനാഥനെ കുറിച്ച് അവൾ കേട്ടു. അവൾ ഇങ്ങനെ വിശ്വസിച്ചു, വൈദ്യന്മാരാൽ അസാധ്യമായതിനെ സാധ്യമാക്കുവാൻ യേശു കർത്താവിന് കഴിയും. തള്ളപ്പെട്ട എന്നെ അംഗീകരിക്കുവാൻ യേശുവിന് കഴിയും. തിരസ്കരിക്കപ്പെട്ട എന്നെ സ്വീകരിക്കുവാൻ യേശുവിന് കഴിയും. അവൾ വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് ആ പരമാർത്ഥ ഹൃദയത്തോടു കൂടെ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് അവൾ ചെല്ലുകയാണ്. അവൾക്ക് തൊടുവാൻ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രമേ ലഭിച്ചുള്ളൂ. എങ്കിലും അവൾ വിശ്വസിച്ചവളിലേക്ക് യേശുവിൻ്റെ സൗഖ്യത്തിൻ്റെ വ്യാപാരം വെളിപ്പെട്ടു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം സാധ്യമാക്കുവാൻ കഴിവുള്ളവനായ ദൈവം, അതേ നിന്റെ ജീവിതത്തിൽ യേശുവിൻ്റെ അടുക്കലേക്ക് നീ ചെല്ലുമോ? നിന്റെ ഭാരമുള്ള വിഷയത്തിന് മേൽ പ്രവർത്തിപ്പാൻ യേശുവിന് കഴിയും. ജോബ് പറയുകയാണ്, ജോബിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ദേഹം മുഴുവനും പരുക്കൾ ബാധിച്ചവനായി ചാരത്തിലിരുന്നു കൊണ്ട് ഓട്ട് കഷ്ണമെടുത്തുകൊണ്ട് നാളുകളായി പഴികളും ദുഷികളും ഏറ്റെടുത്തുകൊണ്ട് അവൻ ആയിരിക്കുകയാണ്. എങ്കിലും അവൻ്റെ പ്രത്യാശ അവൻ കൈവിട്ടില്ല, അവൻ്റെ വിശ്വാസത്തെ അവൻ കൈവിട്ടില്ല. അവൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തെ കാണും, ഈ കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ ഞാൻ കാണും. അവൻ എന്നെ കൊന്നാൽ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. അതേ, ദൈവത്തെ കാത്തിരുന്ന ജോബിന് വേണ്ടി ദൈവം ചുഴലിക്കാറ്റുന്നുകൊണ്ട് അവനോട് സംസാരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ വിഷയങ്ങൾ എന്തായാലും നീ ദൈവത്തെ കാത്തിരുന്നാൽ, നിന്റെ കഷ്ടങ്ങളിൽ, രോഗങ്ങളിൽ, പ്രതിസന്ധികളിൽ അവനെ കാത്തിരുന്നാൽ അവൻ നിന്നെ കൈവിടുകയില്ല. അതേ, ജോബിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആരംഭത്തേക്കാൾ അവൻ്റെ അവസാനത്തെ അനുഗ്രഹിച്ച് സമ്പൂർണമാക്കിയവനായ ദൈവം, അവൻ സർവശക്തനായ ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദൈവത്തിൽ ആശ്രയിക്കൂ, ദൈവത്തെ കാത്തിരിക്കൂ, അവൻ നിങ്ങളെ കൈവിടുകയില്ല. നമുക്ക് വിശ്വസിക്കാം. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. സകലതും ചെയ്യുവാൻ കഴിവുള്ള ദൈവമേ, നിന്റെ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യണമേ. നീ അവരെ സഹായിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കർത്തൃശുശ്രൂഷയിൽ പാസ്റ്റർ KK സാമുവേൽ. പൊന്മുഖം ആ സ്നേഹത്തെ ഞാൻ കാണുന്നു, നാഥന്റെ കണ്ണുകളിൽ, നാഥന്റെ കണ്ണുകളിൽ, യേശുവിന്റെ കണ്ണുകളിൽ